ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ കണ്ട ഒരു മുതലാണിത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടൊയോട്ടയുടെ എക്കാലത്തെ സിഗ്നേച്ചർ വാഹനമായ ഒരു കൊറോളയാണ് ഈ കിടക്കുന്നത്. നമ്മളെ ഒരു കുഞ്ഞുനാൾ സമയങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണ് ഇതുപോലത്തെ ഒരു മുതലിനെ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്തുകൊണ്ടോ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും കൊണ്ട് നമുക്ക് പറ്റാത്ത, ഇപ്പോഴും കൊറോള എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എത്രയോ ദൂരത്താണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനൊരു വണ്ടി കിടക്കുന്ന കണ്ടിട്ട് സത്യം പറഞ്ഞാൽ സഹിക്കുന്നില്ല. ഇത് കമൻറ്റ് ചെയ്യുക. ഈ വണ്ടിയുടെ സാധനങ്ങൾ കിട്ടാത്ത, ലഭ്യമാവാത്ത അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടോ? ഇൻഡിക്കേറ്റേഴ്സൊക്കെ ആരോ ഊരിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കമൻറ്റ് ചെയ്യുക. ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? നിങ്ങൾക്ക് ഈ വീഡിയോ ഉണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. KA09M4734. എൻ്റെ അമ്മ, മാനസികപരമായിട്ട് ഉള്ളി ഇതിനെ എങ്ങനെ കാണുമെന്ന് എനിക്കറിയത്തില്ല. ഉള്ളു ശോകമാണ്. കൊറോള എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് സിഗ്നേച്ചർ സാധനമാണ് ഈ കൊറോള എന്നൊക്കെ പറയുന്നത്. നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കാണുമ്പോഴത്തേക്ക്. ഇതിൻ്റെ സാധനങ്ങളുടെ അവൈലബിലിറ്റി കുറവുകൊണ്ടാണോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കൊണ്ട് ഉപേക്ഷിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം വണ്ടി കൂപ്പ് കുത്തി, വണ്ടി ഇനി ഇല്ല, ആ അവസ്ഥയായി. ഇതാണ് അവസ്ഥ. കാലിൽ മുള്ളുണ്ട് കയറി.